സാർ, ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഭ്രാന്ത് പിടിച്ചത് മലയാളിക്കാണോ, മതത്തിനാണോ, സോഷ്യൽ മീഡിയയ്ക്കാണോ എന്നുള്ളൊരു സംശയമാണ്. എന്താണ് ശരിക്കും ഈ മാനസികാവസ്ഥയ്ക്ക് പിന്നിലെന്ന് സാർ അനുമാനിക്കുന്നത്? അല്ല, ഭീകരാക്രമണത്തിനെതിരെ ചിന്തിക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാവുന്നൊരു കാര്യം. അത് ഏതുതരം ഭീകരപ്രവർത്തനമായി കഴിഞ്ഞാലും മനുഷ്യനതിനെ അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ബോംബ് പൊട്ടി നമ്മൾ പൊട്ടിത്തെറിച്ച് പോകുന്നത്. വളരെ നിഷ്കളങ്കമായ ഏതൊരു മനുഷ്യനെയും കൊല്ലുന്ന വളരെ പൈശാചികമായിട്ടുള്ള ഒരു ഭ്രാന്ത് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരുത്തിന് ഒരു ഭീകരവാദിയായിട്ടോ ഭീകരപ്രവർത്തകനായിട്ടോ പ്രവർത്തിക്കാനായിട്ട് അവൻ എന്തിനാണ് ചെയ്യണമെന്ന് അവന് പോലും അറിയില്ല, ദൈവത്തിനും അറിയില്ല. പക്ഷേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യൻ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അക്കാര്യത്തിൽ നമുക്കൊരേ അഭിപ്രായം ഉണ്ടാവേണ്ട കാര്യമുള്ളൂ, ഭീകരവാദികളെ തുരത്തുക. നമ്മൾ പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല പല ഭീകരവാദ സംഘങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു മതമുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് പല സ്ഥലത്തും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഭീകരവാദത്തിനൊരു മതമുണ്ടെന്ന് പറയുന്ന വാദം ശക്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ കടന്നു വരുന്ന ഒരുപാട് ഭ്രാന്തന്മാരുണ്ട്. അവരെല്ലാം മതത്തിലും പെട്ട ആളുകളാണ്. ഈ ഭ്രാന്തന്മാരെ എല്ലാം ഇത് മതവൈരം വളർത്തുന്നതിനുള്ള ഒരു ഉപാധിയും ഉപകരണമായിട്ടെടുക്കുകയും അവരത് പ്രയോഗിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, എവരി ആക്ഷൻ ദെയർ ഇസ് എ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം. അത് വലിയ നമ്മുടെ ശാസ്ത്ര തത്വമാണ്. ഇത് ഈ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭീകരവാദത്തിനെ എതിർക്കുക എന്ന് പറയുന്നത് മാനവികമായ മൂല്യത്തിൻ്റെയും മാനവികമായിട്ടുള്ള ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ പറയുന്ന വർഗീയത കടന്നു കയറി പിന്നെ അതിനനുകൂലമായിട്ടും എതിരായിട്ടും സംസാരിക്കുന്ന ആളുകൾ, ഭീകരവാദത്തിൻ്റെ മുഖം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതത്തിൻ്റെതാണെന്ന് പറയുന്ന ആൾ, ഇങ്ങനെ വർത്തമാനങ്ങളും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ട് വരുന്ന സമയത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഭ്രാന്ത് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് സോഷ്യൽ മീഡിയയുടെ ഭ്രാന്താണോ, അതല്ലെങ്കിൽ മലയാളിയുടെ ഭ്രാന്താണോ, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കാവുന്ന രീതിയിൽ അത് മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതൊരിക്കലും ന്യായീകരിക്കാമെന്നോ അംഗീകരിക്കാമെന്നായിട്ടുള്ള കാര്യങ്ങളേ അല്ല അങ്ങനെ ഭ്രാന്താകുന്നു. കാരണം മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത്? മനുഷ്യൻ ജീവിക്കുന്നതിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വലിയ അർത്ഥം ഉണ്ടാകും. ശരിക്കും ആ അർത്ഥത്തിലേക്കൊന്നും അവനെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ജൽപ്പനങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യൻ അല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഭീകരവാദത്തെ ഡയറക്റ്റായിട്ട് നേരിട്ട് അനുകൂലിക്കുന്ന ഒരുത്തിനെ നമ്മൾ അതിനകത്ത് കാണില്ല. നേരിട്ട് അനുകൂലിക്കുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് അവനെ പോലീസിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ പോലീസ് അവനെ പിടിച്ചിട്ട് അതിൽ ഇടി കൊടുക്കുകയും ചെയ്യും. ഇതിന് പകരം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ വേറെ വല്ല പൂളൊക്കെ ഇറക്കി അവൻ അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. ആപ്പടിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവൻ ഈ വർഗീയവാദത്തെയും അതുപോലെ തന്നെ ഭീകരവാദത്തെയും ഒക്കെ കാണുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിന് സുഖം പറ്റുന്ന തരത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും നല്ലതല്ല. എങ്ങനെയാണ് നമുക്കത് മാറ്റാനായിട്ട് പറ്റും? എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അതായത് സാർ, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നത് ഒന്നുകിൽ ഇത് സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് ഗെയിമിക്കാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. മറ്റൊന്ന് ഈ ഭീകരവാദത്തിന് മതമില്ല, മതത്തിന് ഭീകരവാദമില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. ഇനി മൂന്നാമതൊരു വിഭാഗം പറയുന്നത് ഇത് അങ്ങനെയല്ല, ഇത് കാശ്മീരികളോട് ചെയ്ത കാര്യങ്ങളുടെ പ്രതിഫലനമാണ് എന്ന് പറയുന്ന എം.എ. ബേബി പോലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എം.എ. ബേബി പറഞ്ഞത് ഇങ്ങനെയാണ്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ടാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായത് എന്നാണ്. അപ്പോൾ എം.എ. ബേബിയുടെ നിലപാട് അതെങ്ങനെ ശരിയാവുമെന്നുള്ളതാണ്. ആ കാശ്മീരികളെ പരോക്ഷമായിട്ട് ആരോപിക്കുകയല്ലേ, അവരാണ് ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ എന്ന് പറയുകയല്ലേ ചെയ്തിരിക്കുന്നത്? അല്ല, ഓരോരുത്തരും അവർ നടത്തുന്ന പ്രസ്താവനകൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ വളരെ നീണ്ട പ്രസ്താവനയൊക്കെ ആയിരിക്കും നടത്തും. അതിലെവിടെയെങ്കിലും വരുന്നതായിട്ടുള്ളൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് അവരുടെ മൊത്തമായിട്ടുള്ള രാഷ്ട്രീയത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലായിട്ട് മാറാം. ശരിക്കും അവിടെ തരിഗാമി എന്ന് പറയുന്ന CPM നേതാവ് അതിശക്തമായിട്ട് ഈ ഭീകരാക്രമണത്തെ അപലപിക്കുകയും എതിർക്കുകയും അതിൻ്റെ മുന്നിൽ വരികയൊക്കെ ചെയ്തതാണ്. തരിഗാമി എന്ന് പറയുന്നത്
ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. CPM കാരനാണ്, ശരിയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിനെയൊക്കെ കാശ്മീരിന് പുറത്തുള്ള ആളുകൾ വായിക്കുന്നത്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാശ്മീരികൾക്ക് അറിയാം അതിൻ്റെ പ്രശ്നം. കാശ്മീരിന് ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്നവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്. അത് കാരണം വെച്ചാൽ കാശ്മീർ ഒരു ഇത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. കാശ്മീരിനെ ഡെവലപ്പ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് ടൂറിസമാണ്. ഇപ്പോൾ ഞാൻ കാശ്മീരിൽ പോകുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് എത്ര 40-45 കൊല്ലം മുമ്പാണ് കാശ്മീരിൽ പോകാം. അന്നും അവിടെ ചില പൊട്ടലും ചീറലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഈ ടൂറിസ്റ്റുകളുടെ മോശമായിട്ട് അവർ പെരുമാറില്ല. ടൂറിസ്റ്റുകൾ അവർ വളരെ കാര്യമായിട്ട് നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുകയും അവർക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ഈ പൽഗാമിലൊക്കെ അന്ന് പോയിരുന്ന, പക്ഷേ കാരണം ഭയങ്കര രസമാണ് അവിടെ ഈ മഞ്ഞൊക്കെ വാരി കളിക്കുക എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ്. എല്ലാ സ്ഥലത്തും അരുവികളും അതേപോലെ എല്ലാ സ്ഥലത്തും പൂക്കളും പഴങ്ങളൊക്കെ നിറഞ്ഞൊരു പ്രത്യേക കാലമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ലോകത്തു നിന്ന് എല്ലാ മനുഷ്യരും കാശ്മീരിലേക്ക് ഒഴുകിയെത്തും. കാരണം ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കാശ്മീരുകാരനായിരുന്നു. അപ്പോൾ കാശ്മീരിന് അത്രമാത്രം സൗന്ദര്യം അതേപോലെ തന്നെ ആഹ്ലാദവും മനുഷ്യന് നൽകാനായിട്ട് കഴിയുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് അത് മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ ചോരപ്പൂക്കൾ തെറിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരവാദം ഉണ്ടായിത്തീരും. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം വളരെ സന്തോഷത്തോടെ ആഹ്ലാദിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള മനുഷ്യരെ വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, അതുപോലെ തന്നെ അവരുടെ മതം പരിശോധിച്ച് അവരെ വെടിവെച്ച് കൊല്ലുക, ഇതൊക്കെ എന്ന് പറയുന്നത് എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും മനുഷ്യൻ? ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവയാണ് പിന്നീട് ടേക്കപ്പ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ മറ്റു തരത്തിലേക്ക് ഉൽപ്പാദിപ്പിച്ച് പുതിയ രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. ശരിയാണോ? പല ഘട്ടങ്ങളിലും ഈ ഭരിക്കുന്ന പാർട്ടികളൊക്കെ അവരുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പറേഷൻസ് നടത്താറുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ കുതന്ത്രം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്കിയവെല്ലി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ പിന്നീട് മാക്കിയവെല്ലിയൻ സിദ്ധാന്തങ്ങൾ എന്നാണ് പറയുന്നത്. അത് ഒരു തരത്തിലും നമുക്ക് സാധാരണ മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുതന്ത്രങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ പഠിപ്പിക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാകാം. അതൊക്കെ ശരിയായിരിക്കും, അതിൻ്റെ പേരിലുള്ള ചർച്ചകളൊക്കെ നടക്കും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒറ്റ കാര്യമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് നമ്മളുടെ കേരളമടക്കമുള്ളതായ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോയ ഒരു പാൻ ഇന്ത്യൻ ക്യാരക്ടർ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും എന്ത് ചെയ്യാണ്? വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അവരെല്ലാം അതിൻ്റെ വിക്റ്റിമായി മാറിത്തീരാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെൻറ്റർ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് മനുഷ്യനെതിരായിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇതിനെന്ത് കാരണം ഉണ്ടായാലും ആ കാരണങ്ങളൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ആർട്ടിക്കിൾ 370 ചെയ്തതുകൊണ്ടാണോ അല്ലെങ്കിൽ കാശ്മീരികൾ മോശം, അതൊന്നും പ്രശ്നം. ആരോട് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാലും അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതല്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ തന്ത്രത്തിന് വേണ്ടി ചെയ്താലും അതും ഒരിക്കലും മനുഷ്യൻ്റെ മുന്നിൽ അതൊക്കെ ഉത്തരങ്ങളേ അല്ല എന്നുള്ളതാണ്, ന്യായീകരണങ്ങളേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് പ്രതികരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള കൂടുതൽ മോശമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സ്ഥലം അവിടെ പ്രാന്തളകും. മുടിയഴിച്ചാഴുന്ന കാഴ്ചയും കാണാൻ പറ്റും. അവിടെ മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ കേരളത്തിലെ എവിടെയെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് ആ രീതിയിൽ ഭ്രാന്തായി മാറുന്നുണ്ടോ? ഇല്ല. അവർക്കെല്ലാവർക്കും അവരുടെ ഈ പ്രശ്നങ്ങൾ ഉള്ളിൽ ദുഃഖമായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അത് ദുഃഖമാണ് മനുഷ്യൻ്റെ. അതാണ് യാഥാർത്ഥ്യം. പൊതുസമൂഹം എന്ന് പറയുന്നത് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറില്ല. ഞാനൊക്കെ അത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദമായി പോയി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ എന്താണ് ചെയ്യണത് ഈ ലോകത്ത്? ഇത് ഇവിടെ മാത്രമല്ല, പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നതാണ്. കാരണം ഇവർക്ക് എളുപ്പം അതാണല്ലോ. എവിടെയെങ്കിലും മനുഷ്യനെ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു തോക്കുമായിട്ട് ചെന്ന് വെറുതെ ഖുറാനതിനെ വെടിവെച്ചിട്ട് പോവുക. ആ ഒരു മാനസിക ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരിക്കലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക്, ഒരു 10-50 വർഷങ്ങൾക്ക് പിന്നാക്കം പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും നമുക്ക് ഈ ഭീകരപ്രവർത്തനം എന്ന് പറയുന്ന സാധനമില്ല. അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രൂപപ്പെട്ട ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു ഭ്രാന്ത്. ആ ഭ്രാന്തിനെ ആ രീതിയിൽ ലോകം കൈകാര്യം ചെയ്തില്ല എങ്കിൽ സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് അസാധ്യമായി തീരും.